ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ റോസാപ്പൂവ് ഏറ്റവും ഭംഗിയിൽ അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന സ്ഥലങ്ങൾ എവിടെയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഒന്നുമില്ല വെച്ചാൽ ഊട്ടിയിൽ, അല്ല വെച്ചാൽ കൊടൈക്കനാൽ, അല്ല വെച്ചാൽ വയനാട്ടിൽ, അല്ല വെച്ചാൽ ഇടുക്കി, അങ്ങനെ തണവ് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് നമ്മൾ ഈ പൂവ് റോസ് ഇങ്ങനെ പൂവിട്ട് നല്ല രീതിയിൽ ഭംഗിയിൽ പൂവിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഈ റോസിന് ഏറ്റവും കൂടുതൽ വേണ്ടത് സൺലൈറ്റാണ്. ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ആവശ്യം വരുന്നതും ഈ റോസിനാണ്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് തണുത്ത രീതി. ഇപ്പോൾ നമ്മളെ നോർമലായിട്ടുള്ള നമ്മളെ സ്ഥലങ്ങൾ നോക്കിയൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിൽ നോക്കിയാൽ പൂവ് ഉണ്ടാവാൻ കുറച്ചൊരു പാടാണ്. അതായത് റോസാപ്പൂ നല്ല രീതിയിൽ പൂവ് ഉണ്ടാവാനും അത് പിടിക്കാനും വലിയ പാടാണ് ശരിക്കും. നമ്മളെ നാട്ടിലില്ല, അല്ല ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ, എറണാകുളം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ റോസ് ഉണ്ടാവാൻ തന്നെ വലിയ പാടാണ്. ഉണ്ടായാൽ തന്നെ പൂവിടാനും നമ്മൾ അത്രയധികം അതിനെ വളരെയധികം കെയർ ചെയ്താലേ ഇങ്ങനത്തെ പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ. അതിനെന്താ കാരണം നോക്കിയില്ല, ഹ്യൂമിഡിറ്റി കുറവാണ്. നമ്മളെ ഈ പറഞ്ഞ ഊട്ടി, അല്ല കൊടൈക്കനാൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അത് വയനാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ചൂടുണ്ടാവും, നല്ല ചൂടുണ്ടാവും, പക്ഷേ ഹ്യൂമിഡിറ്റി ഉണ്ടാവില്ല. പക്ഷേ നമ്മളെ ഈ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ നോർമലായിട്ടുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹ്യൂമിഡിറ്റി ആയിരിക്കും, ചൂടും അതേമാതിരി ഹ്യൂമിഡിറ്റിൻ്റെ ആയിരിക്കും. പക്ഷേ പിന്നെ അത് മാത്രമല്ല കേട്ടോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ അവിടുത്തെ മണ്ണിൻ്റെ ഒരു ഗുണമുണ്ട്. മണ്ണൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചെമ്മണ്ണായിരിക്കും, നല്ല ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഭൂമിയാണ്. പക്ഷെ നമ്മളെ ഈ നാട്ടിൽ അങ്ങനെ ഇല്ല എന്നുള്ളതും കൂടിയാണ് മറ്റൊരു കാരണം. അതിപ്പോൾ റോസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റുള്ള പൂവിടുന്ന ചെടികളുണ്ടല്ലോ, ഏറ്റവും നല്ല രീതിയിൽ പൂവിടുന്ന എല്ലാ ചെടികളും ഇങ്ങനെ തന്നെയാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ ഹ്യൂമിഡിറ്റി കുറവുള്ള സ്ഥലങ്ങളിലാണ് നന്നായിട്ട് പൂവുണ്ട്. അതിന് വ്യത്യസ്തമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മളെ ബോഗൺവില്ലയാണല്ലോ, കടലാസ് പൂവ് എന്ന് പറഞ്ഞത്. അത് നമ്മളെ കാലാവസ്ഥയിൽ ഏറ്റവും നല്ല രീതിയിൽ പൂവിടുന്ന ഒരു ചെടിയാണെന്ന് പറഞ്ഞാൽ ഈ ബോഗൺവില്ല. അതിന് നല്ല ഹ്യൂമിഡിറ്റി വേണം. ബട്ട് ഈ റോസ് അങ്ങനെയുള്ള ചെടികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി കുറഞ്ഞിട്ടുള്ളത്, അതായത് തണവ് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ഈ പൂവ് അധികം ഉണ്ടാവും. അതിനൊരു കാരണം ഇപ്പോൾ നമ്മളിവിടെ നമ്മളെ നോർമലായിട്ടുള്ള സ്ഥലങ്ങളിൽ ഹ്യൂമിഡിറ്റി കൂടുതലുള്ള സ്ഥലത്ത് വെയിലത്ത് നടന്നൊന്നും അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പോലും നമ്മൾ കൂടുതലായിട്ട് വയർക്കും. പക്ഷേ മറ്റുള്ള സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ തണവ് കൂടുതലുള്ള സ്ഥലങ്ങൾ ചൂടുണ്ടാവും, നല്ല ചൂടുണ്ട് വെച്ചാൽ പോലും അതിൻ്റെ തണവിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തണവ് ഫീൽ ചെയ്യും. അതാണ് അതിൻ്റെ ഒരു കാരണം. റോസിന് ഏറ്റവും നല്ല ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ടൈമിൽ ഒരു 20 to 25, നൈറ്റ് ടൈമിൽ ഒരു 15 to 18 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് റോസിന് ഏറ്റവും ബെസ്റ്റ് ടെമ്പറേച്ചർ. റോസ ഹൈബ്രിഡ എന്ന ബൊട്ടാണിക്കൽ നെയിമിൽ അറിയപ്പെടുന്ന ഈ റോസ് ഏകദേശം 360-ലും കൂടുതൽ സ്പീഷ്യസ് ഉണ്ടെന്നാണ് അറിയുന്നത്. അതായത് നല്ല വലിയ പൂ ഉണ്ടാവുന്നത്, ചെറിയ പൂ ഉണ്ടാവുന്നത്, പല കളറിലുള്ള പൂവുകൾ, അല്ലെങ്കിൽ കൊലകളായിട്ട് പൂവുണ്ട്, അങ്ങനെ 360-ലും കൂടുതൽ സ്പീഷ്യസ് ഈ റോസുകളുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഞാനുള്ളത് ഊട്ടിയിലുള്ള റോസ് ഗാർഡനിലാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് റോസുകൾ, പല വെറൈറ്റി റോസുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.